നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൻ്റെ ടീമിൽ ഈഗോ ഒരു പ്രശ്നമാണ്. പക്ഷെ അതിന് എന്തു വേണോ അത് ചെയ്യാൻ സാബി അലോൺസോക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. റയലിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ ഇന്നലെ മാർക്ക് റിപ്പോർട്ട് ചെയ്തു. നമ്മൾ ഇന്നലെ വിശദമായിട്ട് മാർക്കയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗാരത്ത് ബെയിൽ അത് തന്നെ പറയുന്നു. ESPN FCയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം നോക്കുക. ഐ ഡോണ്ട് തിങ്ക് സാബി സ്കേഡ് ടു ഡ്രോപ്പ് എനിവൺ. ആരെ പുറത്താക്കാനും സാബിക്കൊരു ഭയവും ഉണ്ടാവില്ല. ആരെ വേണോ പുറത്തിരുത്തും, അത് സാബിയാണ്. സാബി എനിക്ക് നന്നായിട്ട് അറിയാമെന്നാണ് ഗാരത്ത് ബെയിൽ പറയുന്നത്. ബെയിലിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ഞാൻ വിചാരിക്കുന്നത് സാബി അലോൺസോക്ക് പ്ലെയേഴ്സിൻ്റെ റെസ്പെക്റ്റ് കിട്ടിയിട്ടുണ്ട്. പ്ലെയേഴ്സൊക്കെ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്ലെയേഴ്സ് മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പ്ലെയേഴ്സ് വിൽ പ്ലേ ഫോർ ഹിം. അതുപോലെ തന്നെ ബിഗ് ചേഞ്ചസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ കളിക്കുന്ന രീതിയിലും അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്ന തരത്തിൽ അവർ കളിക്കുമെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ കളിക്കുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സാബി ഈസ് സ്കേർഡ് ടു ഡ്രോപ്പ് എനിവൺ. ഒരാളെ പുറത്തിരുത്താനും സാബി മടിക്കില്ല. ആരെ വേണമെങ്കിലും അവൻ പുറത്തിരുത്തും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നാണ് ഇപ്പോൾ ഗാരത്ത് ബെയിൽ പറയുന്നത്. തീർച്ചയായിട്ടും സാബി അത് വ്യക്തമാക്കിയതാണ്. 11 പേര് ഒരുമിച്ചൊരു ടീമായിട്ട് നിന്ന് വേണം പോരാടാൻ. അല്ലാതെ ഇങ്ങനെ സെപ്പറേറ്റ് രൂപത്തിൽ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാതെ ടീം വർക്കാണ് വേണ്ടതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഓൺ ദി ബോളിലും ഓഫ് ദി ബോളിലും ഒക്കെ അങ്ങനെ വേണം. സ്ട്രൈക്കേഴ്സ് അടക്കം ഡിഫൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം, റൺ ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, കമ്മിറ്റഡ് ആവണം. ഇതൊക്കെയാണ് സാബിയുടെ ഒരു ഫിലോസഫി. അതനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്നത് ആരായാലും ഡ്രോപ്പ് ചെയ്യാൻ അദ്ദേഹം മടിക്കില്ല എന്നതാണ് ബെയിൽ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.